ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ദൃശ്യം 3യുടെ റിവ്യൂ ആണ്. പടം കണ്ടത് വന്ന് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് പടത്തിനെ പറ്റി പറയാൻ പോവുകയാണ്. സോ സ്പോയിലർ ഒന്നും പറയുന്നില്ല. ഒരു രീതിയിലുള്ള കഥയോ കഥാപാത്രങ്ങളോ ഒന്നും ഈ റിവ്യൂവിൽ പറയുന്നതല്ല. ബേസിക്കലി പടം കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത് തന്നെയാണ് പറയാൻ പോകുന്നത്. സോ ഐ ലവ് ദിസ് ഫിലിം. ഐ ലവ് ദൃശ്യം 3. അടിപൊളിയാണ്, സൂപ്പർ പടമാണ്. ഒരു രീതിയിലും നെഗറ്റീവായിട്ട് കാണാൻ താല്പര്യമില്ല. ഈവൻ ദോ ചെറിയ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ഒരു നാടകീയത തോന്നൽ അതൊക്കെ ഉണ്ട്. ബട്ട് ഐ ആസ് എ മൂവി ലവർ ഐ റിയലി ലവ് ദിസ് മൂവി. ആൻഡ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇതിൻ്റെ കഥ. അതുപോലെ തന്നെ ബേസിക്കലി ദൃശ്യം 2 വന്നപ്പോൾ ആൾക്കാരുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്തിനായിരുന്നു ദൃശ്യം 2, എന്തിനു വേണ്ടിയാണ് ദൃശ്യം 1 അടിപൊളി പടമാണ്, അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നിർത്തിയാൽ പോരെ, എന്തിനാണ് 2ാം ഭാഗം. പക്ഷേ 2ാം ഭാഗം വന്നപ്പോൾ അവർ പ്രൂവ് ചെയ്തു. ബിക്കോസ് അവർക്കൊരു കഥ പറയാനുണ്ടായിരുന്നു, അവർക്ക് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. എനിക്ക് ഈ 2ാം ഭാഗത്തിന് ഒരു കഥയുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ ഒരു കഥയുണ്ട്. അതിൻ്റെ മറ്റേ 1ാം ഭാഗത്തിനെ ഊതി വെറുപ്പിക്കാൻ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. സ്വന്തമായിട്ട് തൻ്റെതായ ദൃശ്യം 2-ന് ഒരു കഥയുണ്ടായിരുന്നു. അതേപോലെ തന്നെ ദൃശ്യം 3-ക്കും ഒരു കഥയുണ്ട്. ആ കഥ ഒന്നും ഞാൻ അവിടെ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ റിയലി ലവ് ദിസ് ഫിലിം. ദേ റിയലി ഡിഡ് വെൽ. ആൻഡ് എനിക്കൊരു രീതിയിലും ഇതൊരു ലെറ്റ് ഡൗൺ ആയിട്ട് തോന്നിയില്ല. ഈവൻ ദോ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് കേട്ടു ഇത് ലൈക്ക് സ്പോയിലർ അല്ല, ഇത് അത്രയും എത്തിയില്ല ഇൻ ടേംസ് ഓഫ് 2-1 വെച്ച് നോക്കുമ്പോൾ. ബട്ട് എനിക്ക് പേഴ്സണലി ഐ റിയലി ലവ് ദിസ് ഫിലിം. ആൻഡ് ഈ പടത്തിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഓഫ് കോഴ്സ് മോഹൻലാലിൻ്റെ പെർഫോമൻസ്, നമ്മുടെ ലാലേട്ടൻ്റെ പെർഫോമൻസ്. ഇത് റീമേക്ക് ചെയ്യുമ്പോൾ അജയ് ദേവ്ഗൺ ഒന്ന് വിയർക്കും ഇതൊന്ന് പെർഫോം ചെയ്തെടുക്കാൻ. കാരണം ദൃശ്യത്തിൽ ടഫസ്റ്റ് ഞാൻ പറയുന്നു, ഈ പെർഫോമൻസ് ആയിരുന്നു ദ മോസ്റ്റ് ടഫസ്റ്റ്. ഇത് കുറേ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു മോഹൻലാലിന് ഓബിയസ്ലി. പക്ഷേ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് കൂടിയുണ്ട്, മുരളി ഗോപിയുടെ പെർഫോമൻസ്. ഈ മുരളി ഗോപിയുടെ പെർഫോമൻസ് 2ാം ഭാഗത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ഈ ഭാഗത്തിൽ നല്ല സ്ട്രിക്റ്റ് ഉള്ള അടിപൊളി പോലീസുകാരൻ, സൂപ്പർ സാധനം. വരുമ്പോൾ തന്നെ ഒരു ശരിക്കും ഒരു റെസ്പെക്റ്റ് തോന്നിപ്പോവും. അപ്പോൾ ആ പുള്ളിയുടെ പെർഫോമൻസും എനിക്ക് എടുത്ത് പറയാമെന്ന് തോന്നി. ബട്ട് ഓബിയസ്ലി മോഹൻലാലിൻ്റെ പെർഫോമൻസ്, നമ്മുടെ ലാലേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അത് മാത്രമാണ് എനിക്ക് ഈ റിവ്യൂവിൽ പറയാൻ പറ്റുള്ളൂ. സ്റ്റോറി വൈസ് ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഐ ലവ് ദിസ് ഫിലിം. സൂപ്പർ കഥ, സൂപ്പർ സ്റ്റോറിയാണ് പടത്തിന് മെയിൻ. വേറൊന്നും നിങ്ങൾ നോക്കേണ്ട, സ്റ്റോറി തന്നെയാണ് പടത്തിലെ മെയിൻ ആയിട്ടുള്ള സാധനം. അത് തന്നെയാണ് ദൃശ്യം 1-നും ദൃശ്യം 2-നും ഉണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ചെറിയ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ഒരു നാടകീയത തോന്നൽ, അല്ലെങ്കിൽ ഒരു നാടകീയത സംഭവം, പിന്നെ ഒരു സൂം പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ലൈക്ക് വിഷ്വലി ലുക്സ് ഗുഡ്. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ചെറിയ പോരായ്മ ഉണ്ടെങ്കിലും ഫിലിം ഈസ് റിയലി ഗുഡ്. ഐ റിയലി റെക്കമെൻഡ് ഇറ്റ്. എല്ലാവരും കാണും ഓബ്വിയസ്ലി. ബട്ട് ഐ റിയലി ലവ് ദിസ് ഫിലിം ആൻഡ് ഐ വാണ്ട് ടു ഷെയർ ദാറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.